നിന്റെ വീട് ഒക്കെ പോട്ടെ, നിന്റെ കണ്ണ് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണോ? കണ്ണ് ആണോ? നിന്റെ ബുദ്ധി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണോ? നിന്റെ ബ്രെയിൻ പ്രയാസപ്പെട്ടുണ്ടാക്കിയെടുത്താണോ? നിന്റെ കൈയും കാലും നീ നിർമ്മിച്ചെടുത്തതാണോ? നിന്റെ ഹൃദയം, നിന്റെ കിഡ്നി, നിന്റെ ബാഹ്യം, ശാരീരിക ഇന്നർ ആൻഡ് ഔട്ടർ സെൻസസ് നീ ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല. എങ്ങനെ കിട്ടിയതാണ്? ദാനമായി ലഭിച്ചതാണ്. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? നിന്റെ ചെവി ആര് തന്നതാണ്? ദൈവം തന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു മകള് വന്നു, 7 കമ്മലിട്ടിരിക്കുകയാണ് ഒരെണ്ണത്തില്. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? തുടർന്ന് വായിച്ചേ. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ദാനമായി ലഭിച്ചതല്ലാതെ കുഞ്ഞെ നിനക്ക് ഒന്നുമില്ല. ശരീരത്തിലെ ഒരു കോശം പോലും നിന്റേതല്ല, ഒരു മുടിയിഴ പോലും നിന്റേതല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു മുടിയിഴ പോലും കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാനോ കുറക്കാനോ നിനക്ക് പറ്റുന്നില്ല, നിനക്ക് പറ്റില്ല. എല്ലാം ദാനമായിരിക്കെ, എല്ലാം ദാനമെന്ന പോലെ, എല്ലാം സ്വന്തം എന്നതുപോലെ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അപ്പോ ഈശോ എങ്ങനെയാണ് ജീവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തമല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നൊരാളല്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ഈശോയുടെ മനോഭാവം എന്താണ്? ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. എവിടെ നിന്നാ ഈശോ പുറപ്പെട്ടത്? പിതാവിൽ നിന്ന് പുറപ്പെട്ട് സ്വന്തം ഇഷ്ടത്താൽ ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ച് വന്ന ആളല്ല എന്ന് ഈശോ പറയാണ്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുക്കേക്ക് പോകുന്നു.